കാസർഗോട്ട് ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. AK അഭിലാഷ്, മരങ്ങൾ കടപുഴകുന്നതടക്കമുള്ള അപകട ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് കാസർഗോട്ടെ അവസ്ഥ? മഴ കുറവായിരുന്നു. പക്ഷേ നേരത്തെ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോഴും അപ്പോഴും മഴ കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ റെഡ് അലർട്ടിൻ്റെ ആ ദിവസത്തേക്കാൾ ശക്തമായ മഴയാണ് ഇന്ന് പല മേഖലകളിലും, പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളിൽ, അത്തരം മേഖലകളിലൊക്കെ ശക്തമായ മഴയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ്. ഈ മേഖലയിലൊക്കെ ഈ പുഴ പല ഭാഗങ്ങളായി ഇപ്പോൾ കരകയറുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ വലിയ തരത്തിൽ പുഴകളൊക്കെ വെള്ളം നിറഞ്ഞ് കരകയറുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലടക്കം റോഡുകളിലടക്കം വെള്ളം കയറി ഗതാഗത സ്തംഭനത്തിലേക്ക് അടക്കം പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ ഈ പ്ലാച്ചിക്കര അട്ടക്കാട് പാലം ഒരു കാലത്തും വെള്ളം കയറാത്ത ഒരു പാലമാണ്. ഈ പാലത്തിന് മുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃക്കരിപ്പൂർ പീലിക്കോട് പഞ്ചായത്തിൽ 13-ാം വാർഡിൽ പെട്ട 5ഓളം വീടുകളിലേക്കാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. മുറ്റത്ത് കടന്ന് സിറ്റ് ഔട്ടിലേക്ക് വരെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. OP പാറുവിൻ്റെ മക്കളായ OP തമ്പായി, OP രാധ തുടങ്ങിയവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും ഇത്തരത്തിൽ വലിയ തരത്തിൽ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസർമാരോട് കുട്ടികൾ വീടുകളിലെത്തിയോ എന്ന് അന്വേഷിക്കാനും അവർ തിരക്കാനുമുള്ള ഒരു നിർദ്ദേശം കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നേരത്തെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ കളക്ടറുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവുകയും അദ്ദേഹം കമന്റ് അലർട്ടുകൾ വരുമ്പോൾ അവധി പ്രഖ്യാപിക്കാത്തത് എന്താ കളക്ടർ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രഗിരി പുഴയുടെ മുന്നിൽ നിന്നാണ് ആ തീരത്തൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്, റോഡുകളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. ആ വിവരങ്ങളാണ് AK അഭിലാഷ് പങ്കുവച്ചത്. നമുക്ക് കാസർഗോഡ് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാം. സാനിയോ മനോമി, ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ. കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസമേ പുഴകളൊക്കെ കരകവിയുന്ന സാഹചര്യമായിരുന്നു. ഇന്നെങ്ങനെയാണ് ജില്ലയിൽ? കനത്ത മഴയാണോ അതോ നിർത്തിയുള്ള പെയ്ത്താണോ? അതെ, ഇടവിട്ടുള്ള കനത്ത മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളായി പെയ്യുന്നത്. പക്ഷേ മലയോര മേഖലകളിലൊക്കെയും നല്ല മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ വിലങ്ങാട് പുഴയിൽ വെള്ളം കയറി വിലങ്ങാട് തിരൂർ വില്ലേജുകളെ ബന്ധിപ്പിക്കുന്ന പാലം അങ്ങനെ തന്നെ വെള്ളം മൂടിയിട്ടുണ്ട്. മാത്രവുമല്ല വിലങ്ങാട് ടൗണിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഴക്കാലത്തും വിലങ്ങാട് ടൗണിൽ സാധാരണ വെള്ളം കയറാറുള്ളതാണ്. മറ്റൊന്ന്, കക്കയം ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. മലയോര മേഖലകളിൽ മഴ ശക്തമായതോടുകൂടി കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. അങ്ങനെയെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഡാം തുറന്നുവിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ കൈവഴിയുടെ ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം എന്ന് അറിയിച്ചുകൊണ്ടാണ് ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ എല്ലാ പുഴകളിലും ജലനിരപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട്. 35 വീടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലാകെ ഭാഗികമായി തകർന്ന രീതിയിലേക്ക് പോയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു വീട് പൂർണ്ണമായും തകർന്ന് അതിൽ നിന്നുള്ള ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നൊരു കാഴ്ചയും കല്ലാച്ചി വിഷ്ണുമംഗലം ഭാഗത്തുണ്ടായിരുന്നു. കല്ലാച്ചി വിഷ്ണുമംഗലത്ത് പുഴയിലെ ബണ്ട് നിറഞ്ഞ് ഇന്ന് ഈ ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അവധി നൽകിയ ഒരു സാഹചര്യമുണ്ട്. കൂടാതെ കനത്ത മഴയിൽ വീട് തകർന്നത് GCI റോഡിലെ കക്കുഴി നാണുവിൻ്റെ വീട്ടിലാണ്. മറ്റ് പലയിടങ്ങളിലും കൃഷിഭൂമിയിലടക്കം വെള്ളം കയറി കൃഷിഭൂമി അടക്കം വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ പുഴയോരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളോട് അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്, മഴ മാറി നിൽക്കുകയാണ്. ശരി, കോഴിക്കോട്ട് ജാഗ്രത വേണം. കക്കയം ഡാമിൽ ബ്ലൂ അലർട്ടാണ്. ഡാം തുറക്കാനുള്ള സാധ്യതയെ പറ്റിയാണ് ഇപ്പോൾ സാനിയോ മനോമി സൂചിപ്പിച്ചത്. താങ്ക് യു സാനിയോ. നമുക്ക് എറണാകുളത്തേക്ക് വരാം. അഞ്ജലി ശ്രീധരാജ് ഇപ്പോൾ എടവനക്കാടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലാകെ. എറണാകുളത്ത് ഒപ്പം എടവനക്കാട് കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന മേഖലയിലൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ? സുജയ, എറണാകുളം ജില്ലയിൽ മഴ അല്പമൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ മാത്രമാണുള്ളത്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ ഞാനിപ്പോഴുള്ളത് സുജയ പറഞ്ഞ പോലെ എടവനക്കാടാണ്. എടവനക്കാട് തീരദേശ പ്രദേശങ്ങളിൽ അതിശക്തമായ കടൽക്ഷോഭം ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിലും രാവിലത്തെ സ്ഥിതി വളരെ കഠിനമായിട്ടുള്ളതായിരുന്നു. ഇത്തരത്തിൽ തീരത്ത് നിന്നും 1 കിലോമീറ്ററോളം വീടുകളിലേക്ക് വെള്ളം കയറുന്നു. 6 വീടുകളോളം പൂർണ്ണമായിട്ടും വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ദുരിതത്തിലാണ് ഇവിടെ ജനത മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം പ്രദേശവാസികളും ഈ എടവനക്കാട് സമരസമിതി ഭാരവാഹികളുമുണ്ട്. രാവിലത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഇന്ന് രാവിലെ നല്ല കാറ്റായിട്ടെന്ന് പറഞ്ഞാൽ നേരെ കടലി ഈ സീവാളിന് എന്ന് വെച്ചാൽ സീവാളുണ്ടെന്ന് പറയാൻ പറ്റില്ല. സീവാളിനെ കവർ ചെയ്ത് ഇപ്പുറത്തേക്ക് വരെയായിരുന്നു. ഈ വീടുകളുടെ പരിസരങ്ങളൊക്കെ വെള്ളത്തിലായി. ഇതിലെ ഒരാൾക്ക്, അതായത് പഠിക്കാൻ പോണ വിദ്യാർത്ഥികൾ പോലും ഇന്ന് ഇവിടെ നിന്ന്
10 മണിക്ക് ശേഷമാണ് പോകാൻ പറ്റിയത്. ആ കാറ്റൊന്ന് കുറഞ്ഞ ശേഷം മാത്രമാണ് ആളുകൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയത്. ഇതിലേറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രോഗിനെ പോലും ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നമുക്ക്. കാരണം വേറൊരു സഞ്ചാരമാർഗ്ഗമില്ല. അതുമാത്രമല്ല സീവാളിൽ ഈ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഒരു കാറ്റ്, ചെറിയൊരു കാറ്റ് വീശിയാൽ പോലും വെള്ളം അങ്ങനെ തന്നെ ഇപ്പുറത്തേക്ക് കയറുന്നതെന്ന്. രാവിലെ 9 മണിക്ക് ആ കാറ്റും കൂടെ തുടങ്ങിക്കണ്ടേ. ഇപ്പോൾ കാറ്റ് വീഴുമ്പോൾ ശരിക്കും കാറ്റുണ്ടെങ്കിൽ അന്ന് തീരദേശവാസികൾക്ക് ഉറക്കില്ലാത്ത അവസ്ഥയാണ്. രാത്രിയും പകലും ഒക്കെ ഇത്രയും ഗതികേടായിട്ട് നിൽക്കുകയാണ്. പകലാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാം. പക്ഷെ രാത്രി എങ്ങനെയും മാറാം. രാത്രി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് പോയതിനു ശേഷം KSEB ഒരു നടപടിയും നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം MLA MP അവരൊരു പ്രതിപക്ഷ നേതാവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ ശ്രദ്ധപ്പെടുത്തിയാണ്. KSEBയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇത് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ നാളെ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. പിന്നെ ജീവിക്കണ്ടേ, ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നിൽക്കണേണ് ഇവിടെ. കാരണം ഒരു മനുഷ്യൻ ജന്മം എടുത്ത് ഇടയ്ക്ക് വെച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഭീരുക്കളാണ്. നമ്മളിതിനോട് മല്ലടിച്ച് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ മുന്നോട്ട് പോകണേണ് ഇപ്പോൾ. എങ്ങനെ നിങ്ങൾ അതിജീവിക്കുകയാ? അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ വൈകുവാണ്. അപ്പോൾ നിങ്ങൾ സ്വയം തന്നെ ഇതിൽ നിന്ന് പ്രതിരോധിക്കുവാണ്. സ്വയം പ്രതിരോധിക്കാനായിട്ട് ഇതിനോട് കൂടി ജീവിക്കുന്നൊരവസ്ഥയിൽ വന്ന് പ്രതിരോധിക്കാം. കടലിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഒരാൾക്കും തന്നെ പെട്ടെന്ന് നടക്കില്ല. കാരണം അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പുലിമുട്ട്, അതുപോലെ തന്നെ ഈ സീവാളിൻ്റെ പണി. ഈ സീവാളൊക്കെ എന്ത് സീവാളെന്ന് പറയാൻ പറ്റുമോ? കംപ്ലീറ്റ് സീവാള്. നിങ്ങൾ ഇതെടുക്കുക, ഇതേപോലെ തന്നെ അത് ആ അറ്റത്ത് ചായച്ച് വെച്ചാണ്. അതാണ് യഥാർത്ഥ സീവാള്. കാരണം ഒരു 7 മീറ്റർ വീതിയിൽ ഈ ഒരു 4 അട്ടി കല്ല് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തിര വന്നെന്ന് പറഞ്ഞാൽ ആ 7 മീറ്റർ പടിഞ്ഞാറ് അടിച്ച് അതുമ്പോൾ തല്ലിയലച്ച് പോകണമാണ്. ഇന്നിപ്പോൾ ആ കല്ല് വെള്ളം തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയി ആ കല്ലുകൾ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ വന്നെന്ന് പറഞ്ഞാൽ നേരെ കടൽ ഇപ്പുറമാണ് കുത്തണം. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ഇത്? ഇതൊക്കെ കടലിൽ നേരെ ഈ ഇപ്പുറത്ത് കുത്തി വരണം. ഈ വെള്ളം അങ്ങനെ തന്നെ ഓരോരുത്തരുടെ വീടുകളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ദയനീയാവസ്ഥയാണ് ഇവിടുത്തെ ജീവിതം. കാരണം ഞങ്ങളതിൽ ആവശ്യപ്പെടുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഫിഷറീസ് മന്ത്രി, ബഹുമാനോട് ഫിഷറീസ് മന്ത്രി മാലിപ്പുറത്ത് നടത്തിയ ഒരു തീരസദസ്സിൽ പ്രഖ്യാപിച്ചൊരു 57 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്. അത് ഈ 2.5 കിലോമീറ്ററിൽ 2 കിലോമീറ്ററും സീവാൾ ആകെ നശിഞ്ഞ് കിടക്കുകയാണ്. ആ നശിഞ്ഞ് കിടക്കുന്ന ഭാഗം പുതിയ ടെട്രാപാഡ് ഉപയോഗിച്ച് പുതിയ സീവാൾ പണിയാൻ. അപ്പോൾ സർക്കാർ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശരി. പക്ഷേ ഈ വൈപ്പിൻ ജനതയുടെ പൈസ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാരിൻ്റെ കയ്യിലല്ല, ഈ ജിഡ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലുണ്ട്. തീർച്ചയായും എടവനക്കാട്ടെ ദുരിതമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ എടവനക്കാട്ടെ കടൽക്ഷോഭം അതൊരു കടൽ ഭിത്തി ശാശ്വതമായി നിർമ്മിച്ചാൽ മാത്രം അവസാനിക്കുകയുള്ളൂ എന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞ് ആ കടൽ ഭിത്തി നിർമ്മാണം കൃത്യമായി പൂർത്തിയാക്കാത്തത് എന്ന ചോദ്യം ആശങ്കയോടെ അവർ ചോദിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലിക ഭിത്തിയും മറികടന്ന് വെള്ളം ഇപ്പോൾ അവരുടെ വീടുകളുടെ മുറ്റത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീടെടുക്കുമോ കടൽ എന്ന ആശങ്കയോടെയാണ് എടവനക്കാട്ടെ തീരദേശവാസികൾ ജീവിക്കുന്നത്. ആ ആശങ്കയാണ് അവർ അഞ്ജലി ശ്രീജിതയോട് പങ്കുവച്ചത്.